അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു മുഹിമായ ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പലരും പതിവാക്കുന്നതായിരിക്കും. എന്നാൽ അതിൻ്റെ മഹത്വം വല്ലാത്ത അത്ഭുതമാണ്. ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാർ എണ്ണിപ്പറഞ്ഞ ഒരു ദിക്റാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ നാമമാണ് ലത്തീഫ് എന്ന നാമം. ഈ ഒരു ഇസ്മിനെ മഹാന്മാർ പഠിപ്പിച്ച അദദിൽ നമുക്ക് പതിവാക്കാൻ കഴിയണം. അതായത് 129 തവണ ദിവസവും ചൊല്ലി വന്നാൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയം, പ്രത്യേകിച്ച് സുബഹിയുടെ സമയമായിരിക്കും നല്ല സമയം. ആ സമയത്ത് നിങ്ങൾക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ വല്ലാത്ത മഹത്വങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. മരിച്ചതിന് ശേഷം നമുക്ക് ഉന്നത വിജയവും ലഭിക്കും. അത്രയും മഹത്വമുള്ളൊരു ദിക്റാണ് ലത്തീഫ് എന്ന ഇസ്മ. ദിവസവും 129 തവണ ചൊല്ലി വന്നാൽ മഹാന്മാർ പറയുന്നു, ലതഫല്ലാഹു ബിഹി ഫി ഉമൂരിഹി, അവന്റെ കാര്യങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ ലുത്ഫ് ഉണ്ടാകും, അല്ലാഹുവിന്റെ ദയ ഉണ്ടാകും, അല്ലാഹുവിന്റെ ലോലതയുണ്ടാകും. അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ പ്രത്യേകമായൊരു സഹായം, അവന് ലുത്തുഫിന്റെ നോട്ടം, അവനിക്കത് അനുഭവിക്കാൻ പറ്റും. അതേപോലെ തന്നെ വസീകലഹു റിസ്ഖുൽ ഹസൻ, നല്ല സമ്പാദ്യം അവന് ലഭിക്കും. സാമ്പത്തികമായ ഒരു പ്രയാസം നിറഞ്ഞ ഒരു കുടുക്കിൽപ്പെട്ട, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാളിൽ അല്ലാഹു തആല അദ്ദേഹത്തെ പെടുത്താതെ നാൾക്ക് നാൾ സാമ്പത്തികമായ അഭിവൃദ്ധി അവനിക്ക് വർദ്ധിച്ചു വരും. ഇത് മഹാന്മാർ, അതിന്റെ വ്യാഖ്യാതാക്കൾ മുജറബായി അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ലത്തീഫ് എന്ന ഇസ്മ, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നിങ്ങനെ പതിവാക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.